നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു ഗെയിം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം ടോപ്പ് 6 എത്താവുന്ന ഒരു സ്വപ്നം നമുക്ക് മുമ്പോട്ട് കാണണമെങ്കിൽ ഇന്നലത്തെ മത്സരം ജയിക്കണമായിരുന്നു. എന്നാൽ മത്സരത്തിന് മുമ്പും മത്സരത്തിന് ശേഷവും കുറെ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത്. ഇതിലൊരു ഡീപ്പാക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. നമുക്കറിയാം മഞ്ഞപ്പട ഇന്നലെ സ്റ്റേഡിയത്തിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് നടന്നിട്ടില്ലായിരുന്നു. ബിക്കോസ് പോലീസുകാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊട്ടസ്റ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യേണ്ടി വരും എന്നൊരു സംഭവം മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേഡിയം വളവയ്ക്കാനായിരുന്നു തീരുമാനം. പക്ഷെ പോലീസിന്റെ അനുമതി ലഭിച്ചില്ല. അപ്പൊ തന്നെ പോലീസും മാനേജ്മെന്റിൽ നിന്നൊക്കെ തന്നെ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ പുറത്ത് പോട്ടെ, സ്റ്റേഡിയത്തിനകത്ത് വരെ പോലീസുകാർ കയറി നമ്മുടെ മഞ്ഞപ്പടയായിട്ട് ഇന്ററാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരു ഫുട്ബോൾ ക്ലബ്ബ് മാനേജ് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം നമ്മുടെ മാനേജ്മെന്റിന് നല്ലപോലെ അറിയാം. ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ റോഡ് ബ്ലോക്ക് ആക്കി സമരം ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് സമരത്തിന് കൂട്ടാനോ ഒന്നും തന്നെ നമ്മുടെ മഞ്ഞപ്പട ശ്രമിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെല്ലാത്തിനും ശേഷം നമ്മുടെ മാച്ച് എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൂണ നമ്മുടെ ടീമിനോട് വൈക്കിംഗ് ക്ലബ്ബിന് നിൽക്കണ്ട, നമുക്ക് പോകാം എന്നൊരു സംഭവം എന്ന് വെച്ചാൽ വൈക്കിംഗ് ക്ലബ്ബ് വേണ്ട എന്ന് വെച്ചാൽ ഫാൻസിന് മുമ്പിൽ ഒരു സെലിബ്രേഷൻ ആവശ്യമില്ല, തിരിച്ചു പോകുന്ന ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെ മഞ്ഞപ്പട സ്റ്റാൻഡ് ചെയ്ത് ഒരു മാനേജ്മെന്റ് ഔട്ടെന്ന ചാൻഡ് ഭയങ്കരമായിട്ട് നല്ല ഒച്ചയിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് എന്തോ നമ്മുടെ പ്ലേയേഴ്സിനോ ലൂണയ്ക്കോ ആർക്കോ എഗ്രി ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെലിബ്രേഷൻ വേണ്ടെന്ന് പറഞ്ഞ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. സെയിം ടൈം നമ്മുടെ വെസ്റ്റ് ബ്ലോക്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വൈക്കിംഗ് ക്ലബ്ബ് നടത്തിയിട്ടുമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ക്ലബിന്റെ മേസായിട്ടുള്ള 2 ഫാൻ ഗ്രൂപ്പ്സിന് 2 ഒപ്പീനിയൻ ആണുള്ളത്. ഒരാൾക്കാരോട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാൾക്കാർ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെ കണ്ടാലാണോ? നമുക്കറിയാം മഞ്ഞപ്പട ഗ്രൂപ്പ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോകുന്നു, പ്ലേയേഴ്സിന് കേക്ക് കൊടുക്കുന്നു. ആ ക്രിസ്മസ് സെലിബ്രേഷൻ ഒരു സെലിബ്രേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രൊട്ടസ്റ്റ് ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട്, എന്നാൽ ഇവിടെ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഒരിക്കലും പ്ലേയേഴ്സിന് സപ്പോർട്ട് കൊടുക്കല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പേഴ്സണലി നിങ്ങൾ എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ഒരു ഫാൻ ഗ്രൂപ്പ് നടത്തുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കളി കാണാൻ പോകത്തില്ലായിരുന്നു. ലുക്ക്, പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകാതിരിക്കുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണ്. കളി കാണാൻ സ്റ്റേഡിയത്തിൽ ആളില്ലെങ്കിൽ തന്നെത്താനെ തന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ആൾക്കാർ അറിഞ്ഞറിഞ്ഞു വരും. ഇത് ഇവർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ നോക്കുമ്പോൾ സ്റ്റേഡിയം നിറച്ച ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്, എന്നാൽ ഒരു സൈഡിൽ പ്രൊട്ടസ്റ്റും ഉണ്ട്. സോ ഒരു മീനിങ്ലെസ് ആയി പോകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യാം. നമുക്ക് മാച്ചിലേക്ക് വരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മീനോ സെർജിയോ ലൊബേറയുടെ ഒഡീഷ FC എന്ന് പറഞ്ഞാൽ പൊസഷൻ വെച്ച് കളിക്കുന്ന ഒരു ടീമാണ്. എന്നാൽ ഇന്നലെ 68% പൊസഷനും അതുപോലെ 82% പാസിംഗ് ആക്യുറസി നമുക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഡോമിനേറ്റിംഗ് ഗെയിം തന്നെ നമ്മൾ ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒഡീഷ FC 1-0 ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് തന്നെയായിരുന്നു പൊസഷൻ ഉള്ളത്. പോസിറ്റീവ് മാത്രമല്ലോ, നെഗറ്റീവ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഏകദേശം 15ഓളം കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു ടീമുകൾക്കും ഇത്രത്തോളം ലോട്ടറി ഒന്നും ഒരു ഗെയിംസിലും കിട്ടാറില്ല. എന്നാൽ 15 കോർണർ കിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ആദ്യത്തെ കാഴ്ചയൊന്നുമല്ല. ഈ സീസണിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 104 കോർണർ കിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ആ 104 കോർണർ കിക്കിൽ നിന്ന് ഒരെണ്ണം മാത്രമായിരുന്നു നമുക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതും അന്ന് മുഹമ്മദാനെതിരെ ഗോൾ കീപ്പർ മിസ്റ്റേക്കിൽ നിന്ന് വന്ന ഒരു ഗോള്. ഇനി നമ്മൾ അതുപോലെ തന്നെ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസിന് ഗോൾ വഴങ്ങിയിട്ടുള്ള ടീമുകളിലൊന്നും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. സോ സെറ്റ് പീസ് ഇച്ചിലൂടെ നല്ലപോലെ ശരിയാക്കാനുണ്ട്. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലപോലെ തന്നെ. എന്ന് വെച്ചാൽ ലൂണ എടുക്കുന്ന കോർണർക്ക് ഒന്നെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയിട്ട് വന്നു. സോ സെറ്റ് പീസ് ഒന്നുകൂടെ സെറ്റ് ആക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തെങ്കിലും ഈ 104 കോർണർ കിക്ക് എന്നുള്ളത് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. എന്തായാലും നല്ല യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ 2, 3, 6 ഗോളെങ്കിലും അതിന് വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ പോയിന്റ് സ്റ്റേബിളിലെ സിറ്റുവേഷൻ തന്നെ ചിലപ്പോൾ മാറിയേനെ. നിങ്ങളുടെ അഭിപ്രായമാണ് ഒന്ന് കമന്റ് ചെയ്യുക. പ്ലേ ഓഫ് എന്നൊരു സ്വപ്നം നമ്മൾ കാണണം ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. കാരണം 5ാമതിക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് 23 പോയിന്റ് ആണുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് 20 പോയിന്റ്. സോ 2-3 മാച്ച് നമുക്ക് ജയിക്കാൻ സാധിച്ചാൽ, അതുപോലെ ഇച്ചിരി ഡോമിനന്റ് ആയിട്ട് കളിക്കാൻ സാധിച്ചാൽ നമുക്ക് പ്ലേ ഓഫ് എന്ന സ്വപ്നം ഇനിയും കാണാൻ സാധിക്കും. ബട്ട് നിങ്ങൾ എന്നോട് ഇനി എന്നാണ് എക്സ്പെക്ട് ചെയ്യാൻ ചോദിച്ചാൽ ഒരു ഫ്ലുവൻസിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള കോച്ചിങ് സ്റ്റാഫ്സ് തന്നെ